1650 കോടി രൂപയുടെ ലോൺ ആപ്പ് തട്ടിപ്പിന് പിന്നിൽ ചൈനീസ് ബന്ധമുണ്ടെന്ന് ഇ ഡി സംശയിക്കുന്നു. സിംഗപ്പൂർ വഴി ഇടപാടുകൾ നിയന്ത്രിക്കുന്ന ചൈനീസ് തട്ടിപ്പുകാരെന്ന ഇ ഡി ചൈനീസ് പൗരന്മാരുടെ വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ബ്ലോസ് ഈവനിങ്ങിൽ ചേരുന്നു. ശ്രീകാന്ത്, ബ്ലോസ് ഈവനിങ്ങിലേക്ക് താങ്കൾക്ക് സ്വാഗതം. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് SKN. എത്ര കൊണ്ടാലും പഠിക്കാത്ത മലയാളികൾ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. കാരണം ഏതാണ്ട് 1650 കോടി ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അതിൽ ചൈനീസ് പൗരന്മാരാണ് ഇതിന് പിന്നിൽ, എല്ലാത്തിനും പിന്നിൽ ഉണ്ടായിരുന്നത്, നിയന്ത്രിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. 2 മലയാളികളെയും അവർ ഇതിനെ കരുവാക്കി. അവരെ ഇപ്പോൾ ED കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഓരോ ദിവസവും അവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അവർക്കറിയാവുന്ന വിവരങ്ങൾ കൈമാറുന്നുണ്ട്. അതിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചൈനീസ് ബന്ധം കണ്ടെത്തിയത്. സിംഗപ്പൂർ വഴി ഇടപാടുകൾ നിയന്ത്രിക്കുന്നത് ചൈനീസ് തട്ടിപ്പുകാരാണ് എന്ന് ED പൂർണ്ണമായും ഉറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇത് സംശയം മാത്രമായിരുന്നു. ചൈനീസ് പൗരന്മാരുടെ വിവരങ്ങൾ ഇതിനോടകം ED ശേഖരിച്ചു കഴിഞ്ഞു. അസം, മുംബൈ, പഞ്ചാബ്, ഡൽഹി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും ഇതേ സംഘം തട്ടിപ്പ് നടത്തിയെന്ന് ED പറയുന്നു. വിവരം ലഭിച്ചത് ഈ അറസ്റ്റിലായ മലയാളികളെ ചോദ്യം ചെയ്തപ്പോഴാണ്. മലയാളി പ്രതികൾ മാത്രം തട്ടിപ്പിന് ഉപയോഗിച്ചത് 96 ക്രിപ്റ്റോ അക്കൗണ്ടുകളാണ് എന്നാണ് പറയുന്നത്. നേരത്തെ അത് 26 ക്രിപ്റ്റോ അക്കൗണ്ടുകളായിരുന്നു. ഈ ക്രിപ്റ്റോ അക്കൗണ്ടുകൾ വഴിയാണ് ഇവിടെ നിന്നും പുറത്തേക്ക് പണം അയച്ചത് എന്നും ED വ്യക്തമാക്കുന്നുണ്ട്. തുക ഇനിയും ഉയരും എന്ന് ED പറയുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണ് ഇതെന്നാണ് ED പറയുന്നത്. സൂക്ഷിക്കണമെന്നും ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു. ശ്രീകാന്ത്, ഈ തട്ടിപ്പിന് വിധേയമായ ആളുകൾ കൂടുതലും മലയാളികൾ തന്നെയാണോ അതോ മറ്റു ഭാഷക്കാർ, കേരളത്തിൽ താമസിക്കുന്ന അന്യ സംസ്ഥാനത്ത് വന്ന തൊഴിലാളികളുണ്ടല്ലോ, അവരൊക്കെ ഈ പറ്റിപ്പിക്കലിന് വിധേയമായിട്ടുണ്ടോ? SKN അതാണ് ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ കേരളത്തിൽ ഇതിൽ മലയാളികൾ ധാരാളം പേരുണ്ട് എന്നുള്ളതാണ് ED വ്യക്തമാക്കുന്നത്. ഈ മലയാളികൾ അതിൻ്റെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുക്കുന്നുണ്ട്. നിലവിൽ അവരുടെ അന്വേഷണത്തെ ബാധിക്കും എന്നതിനാലാണ് അവർ പുറത്തുവിടാത്തത്. മറിച്ച് അസം, മുംബൈ, പഞ്ചാബ്, ഡൽഹി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടി അത് ഇതേ സംഘം തന്നെ നടത്തിയതാണ്. അതുകൂടി ഈ മലയാളികൾ നൽകിയിട്ടുണ്ട്. അതായത് കേരളത്തിൽ മാത്രമല്ല, അസമിൽ നടന്നിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ നടന്നിട്ടുണ്ട്, പഞ്ചാബിൽ നടന്നിട്ടുണ്ട്, ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. ഇത് വലിയ തട്ടിപ്പാണ്, സൂക്ഷിക്കണം. അത് മാധ്യമങ്ങൾ വഴി അത് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം എന്നാണ് ED അറിയിച്ചിരിക്കുന്നത്. വലിയ തട്ടിപ്പ്, അതിന്റെ വ്യാപ്തി ഇനി ഉയരത്തേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.